ഹായ് ഗീസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹെയർ ഫോൾ പ്രോബ്ലം എന്നത്, അല്ലേ? അപ്പം ഒരു ദിവസം ഒരു മനുഷ്യനിൽ 50 തൊട്ട് 100 വരെ മുടി കൊഴിയാറുണ്ട്. അത് സ്വാഭാവികമാണ്, അത് സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ അതിലും കൂടുതലായാൽ നമ്മൾ നമ്മുടെ ഹെയറിനെ സംരക്ഷിച്ചേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ താരൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുടിയെ സംരക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്മൂത്തനിങ് ഹെയർ ആണ്. ഞാനിപ്പോൾ സ്മൂത്ത് ചെയ്തിട്ട് 6 മാസമായി. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. സ്മൂത്തനിങ്ങിന് ശേഷമാണ് എനിക്ക് ഈ ഹെയർ ഫോൾ പ്രോബ്ലം ഉണ്ടായത്. സ്മൂത്തനിങ്ങിന് മുമ്പ് എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, സ്മൂത്തനിങ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം സ്മൂത്തനിങ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്മൂത്തനിങ് ചെയ്യുക. കാരണം അടുപ്പിച്ച് 6 മാസമെങ്കിലും നമ്മൾ സ്പാ ചെയ്തേ പറ്റത്തുള്ളൂ മസ്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അത്ര കെയർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അതിനൊരു ഹോം റെമഡി, എല്ലാവരും ഈ മുടി ഭയങ്കര മുടി കൊഴിച്ചിലാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരുപാട് ക്യാഷ് കളയാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൽ ഒരു മാറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് മുടക്കി വെളിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളെ ഇന്നൊരു കാര്യം, ഞാൻ എൻ്റെ ഹെയറിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഞാനിവിടെ എടുത്തേക്കുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഒന്നെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്, 2 സവാളയുടെ നീരാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടാക്കിയതാണ്. വെളിച്ചെണ്ണ ചൂടാക്കിയത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ സവാള നീര് ഒഴിച്ചു കൊടുക്കാൻ പോവാം. കണ്ടില്ലേ? ഈ സവാള നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ചെറു ചൂടോടെ നമ്മുടെ തലയിൽ നന്നായിട്ട് ഹെഡിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ ഹെഡിലെല്ലാം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. കണ്ടില്ലേ? ഇത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിനും നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹെയറിൽ തേക്കരുത്, തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത് വാഷ് ചെയ്യേണ്ടത് 1 മണിക്കൂർ നമ്മളിതിങ്ങനെ വെച്ചേക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. ഇത് നമ്മുടെ ഹെയർ ഫോൾ പ്രോബ്ലം കുറയ്ക്കുമെന്നുള്ളത് ഷുവറാണ് കേട്ടോ. എനിക്ക് അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ഒരു തവണയൊന്നും ചെയ്താൽ പോരാ, ആഴ്ച 2 തവണയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. എങ്കിലേ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്